ഭാരതത്തിൻ്റെ രീതി അതാണ്. സ്രോതസ്സിൽ നിന്ന് ഇവിടെ വരെ നമ്മുടെ തലമുറയിൽ നമുക്ക് മാർഗദർശനം നൽകുന്ന ആചാര്യൻ വരെ നമുക്ക് ഗുരുവാണ്. ആ രണ്ടക്ഷരത്തിലാണ് ഭാരതം എന്നും രമിച്ചിട്ടുള്ളത്. ഭായിൽ രമിക്കുന്ന നാടാണ് ഭാരതം. ഭ എന്ന് പറഞ്ഞാൽ അറിവാണ്, പ്രകാശമാണ്. അറിവിൽ രമിക്കുന്ന നാടാണ്. ആ അറിവിൽ രമിക്കുന്ന നാടായിട്ട് ഭാരതം മാറിയതിൻ്റെ പിന്നിൽ അറിവിനെ ദർശനോത്സവമാക്കിയ ഋഷിമാരുടെ മുഖമുദ്രകളാണ്. അവരുടെ തിരുവചനങ്ങളും തിരുശേഷിപ്പുകളുമാണ്. ഭാരതത്തിൻ്റെ ജ്ഞാന പാരമ്പര്യം എത്രയോ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുന്നേ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് എവിടെയാണ് നമ്മളുടെ ദർശനത്തിൻ്റെ തുടക്കം എന്ന് ചോദിക്കുമ്പോൾ ഭാരതം പറയും വേദങ്ങളിൽ നിന്നാണ് എന്ന്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ ആ വാക്കിൻ്റെ അർത്ഥം. വിത് എന്ന ഒരു ധാതു, ആ ധാതുവിൻ്റെ അർത്ഥം വിത്, ടു നോ, അറിയുക എന്നാണ്. അപ്പം അറിയുക എന്ന അർത്ഥം വരുന്ന വിത് ധാതുവിൽ നിന്ന് നിഷ്പന്നമായ ഒരു പദമാണ് വേദം. അപ്പോൾ അറിവിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ വേദങ്ങളിൽ നിന്നാണ്. ആ വേദങ്ങളിലാണ് വേദത്തിൻ്റെ സാരമായിരിക്കുന്ന വേദാന്തം ഒളിഞ്ഞിരുന്നത്. ആ വേദാന്തത്തെയാണ് ശ്രീനാരായണ ഗുരുദേവനും നമ്മോട് അരുമയാർന്ന വാക്കുകളിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ഒരു ചെങ്ങലക്കണ്ണി പോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു വന്ന അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ പാരമ്പര്യമാണ്. പണ്ട് ഇതുപോലെ പറഞ്ഞു തരുവാനും എഴുതിയെടുക്കുവാനും റെക്കോർഡ് ചെയ്യുവാനും ഒന്നുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗുരു പറയുന്നത് ശിഷ്യൻ സശ്രദ്ധം കേട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. എഴുതിയെടുക്കാനുള്ള പേനയോ പുസ്തകമോ ഒന്നുമില്ല, ഒരു ഹാൻഡ് ബുക്കും ഇല്ല, നോട്ട് ബുക്കും ഇല്ല. അത്രയും ജാഗ്രതയുള്ള, അത്രയും ശ്രദ്ധയുള്ള ശിഷ്യന്മാർ ഗുരുവിൻ്റെ ചുറ്റുമിരുന്ന് ഗുരു പറയുന്നത് സശ്രദ്ധം കേട്ട് പഠിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ഈ മണ്ണിലുണ്ടായിരുന്നത്. അതിനെ വാമൊഴി എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾക്ക് ശ്രുതി എന്നൊരു പേര് പറയും. ശ്രുതി എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ എന്നർത്ഥം. കേട്ട് ശീലിച്ചു വന്നതാണ്. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക്, എഴുത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ വന്നു. നമ്മൾ ഒരുപാട് പുരോഗമനം നേടി എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ ശ്രദ്ധ കുറഞ്ഞതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. കേട്ടത് മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കാൻ അറിയാതെ വരുമ്പോഴാണ് നമ്മൾ നോട്ട് എഴുതിയെടുക്കുന്നത്. മറന്നു പോയാലോ? കാരണം നമ്മുടെ കേൾവിയെ നമുക്ക് തന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഞാൻ അധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എനിക്ക് തന്നെ എന്നിൽ വിശ്വാസമില്ല. എൻ്റെ ശ്രദ്ധ പോയിരിക്കുന്നു. എൻ്റെ കേൾവിയുടെ പൂർണ്ണമായിരിക്കുന്ന ജാഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കേട്ടുമാത്രം പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് ഇതൊക്കെ വന്നാലും നമ്മൾ രാവിലെ പഠിച്ചത് വൈകുന്നേരം മറന്നു പോകുന്നു. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിനെയൊക്കെ വെല്ലുന്ന വിഷയാനന്ദം നമ്മളെ വന്ന് പൊതിഞ്ഞു നിൽക്കുകയാണ്. ഈ അറിവുകളെയും ഈ ഗുരുവിനെയും ഈ ആധ്യാത്മികതയെയും ഒക്കെ കവച്ചു വെക്കുന്ന ഒരു വ്യവഹാര ലോകം, ഒരു വ്യാവഹാരിക ലോകം, ഒരു ലൗകിക ലോകം വന്ന് നമ്മളെ വിഴുങ്ങുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അന്തസത്തയെ ഓർമ്മിച്ചെടുക്കുവാനോ അതിനെ വീണ്ടും വീണ്ടും വിചാരം ചെയ്യുവാനോ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. നമ്മളുടെ മേധയെ, നമ്മളുടെ ബുദ്ധിയെ നമ്മൾ വേണ്ടത്ര പ്രകാശിപ്പിക്കാതെ, വേണ്ടത്ര ഉപയോഗിക്കാതെ ബുദ്ധിയൊക്കെ ഇങ്ങനെ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഓർമ്മയുടെ കാര്യത്തിൽ നമ്മൾ വളരെ ദരിദ്രരാണ്. എല്ലാം മറന്നുപോയി എന്ന് പറയും. എന്ത് പഠിച്ചാലും ഓർക്കണില്ല എന്ന് പറയും. എവിടെയൊക്കെയോ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മളുടെ താല്പര്യങ്ങൾക്ക് വന്ന മാറ്റവും ഇതിന് വലിയൊരു ഘടകമാണ്.